ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രാഹുലിനെ കൊണ്ടിട്ട് കിരൺ ഹോസ്പിറ്റലിൽ സരയുവിനെ കാണിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ സരയുവിനെ കാണിച്ചിട്ട് രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കിരൺ, കണ്ടില്ലേ തൻ്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേടോ, അവൾക്ക് ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്ത് വാശി കയറ്റി അവൾ ഈ അവസ്ഥയിൽ താനാക്കിയില്ലേ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം കിരൺ പറയുന്നുണ്ട്, പരോളിൽ ഇറങ്ങിയിരിക്കുക മോളുടെ കൂടെയും അതുകൊണ്ട് ഭാര്യയുടെ കൂടെയും കൊച്ചുമകളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇയാൾ ഇറങ്ങിയത് നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാണെന്നല്ല, എന്നെയും കല്യാണിനെയും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ. ഒരുത്തിനിറങ്ങിയായിരുന്നല്ലോ വിക്രം, അവൻ്റെ പുറകിൽ ഇറങ്ങിയതാണ് ഞങ്ങളെ കൊല്ലാനായിട്ടില്ല മോനെ. ഒരിക്കലും ഞാനിത് അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. എടോ താൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് വേണം ഞങ്ങൾ കരുതാനായിട്ട്. അപ്പോഴേക്കും സരിയോ പറഞ്ഞു, ആരും ഉണ്ടല്ലേ, എൻ്റെ കുഞ്ഞിനെ ഉറങ്ങണം, കുഞ്ഞെ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വാടാ എന്ന് സരിയോനോട് പറയാണ്. സരിയോ രാഹുലിനോട് പറയാണ്. അത് കേൾക്കുന്ന കിരൺ പറയുന്നുണ്ട്, മോള് പറഞ്ഞത് കേട്ടില്ലേ, കുഞ്ഞിനെ കളിപ്പാട്ടം വാങ്ങിച്ച് വരാൻ വാ എന്ന് പറയാണ്. അങ്ങനെ കിരൺ രാഹുലിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. സരുവിൻ്റെ ആ ഒരു വേഷവും ബാഹുവൊക്കെ കാണുമ്പോഴേക്കും ഷാരി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ശേഷം കിരണിനോട് പറയുന്നുണ്ട് രാഹുൽ, അവനോട് പോയി അവൻ ആ മനോഹർ എന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം, താനിപ്പോൾ എൻ്റെ കൂടെ വാ, ഇനി എവിടെയാണ് മോനെ ഞാൻ വരേണ്ടത്, എന്നെ കൊല്ലാൻ വലുതുമാണോ? തന്നെ ഞാനിതിലൂടെ കൊല്ലണത്, തന്നെ കൊല്ലേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. താൻ നാളെ ആകുമ്പോഴേക്കും ജയിലിലേക്ക് പോകും, പിന്നെ ഞാനിതിനെ തന്നെ കൊല്ലണത്. പക്ഷെ തന്നെ ഞങ്ങളെല്ലാവരും പേടിക്കണം, കാരണം താൻ ജയിലിലേക്ക് പോകുന്നൊരുത്തനായുണ്ട്, തനിക്ക് ചിലപ്പോൾ എന്ത് ചെയ്തിട്ട് പോകാൻ ഒരു മടിയുണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. മോനെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല മോനെ. ഞാനൊരു കാര്യം മോനോട് ചോദിച്ചോട്ടെ? എന്താ? അല്ല, എൻ്റെ മോളുടെ ഈ അവസ്ഥ കണ്ടില്ലേ, അവളുടെ അസുഖമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും എൻ്റെ മോനെ ഏറ്റെടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. ദേ അനാവശ്യം പറയരുത്. അപ്പോഴും തൻ്റെ മനസ്സിൽ ഇതാണ് വിചാരമല്ലേ, തൻ്റെ കൊച്ചുമകളുണ്ടല്ലോ കൺമണി, ആ മോളെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് നിൽക്കണത്. തന്നെ എന്തുമാത്രം സ്നേഹിച്ചാണോ എൻ്റെ അമ്മേനെ ചതിച്ചതിൻ്റെ പകരമാണ് തന്നെ അനുഭവിക്കണത്. അതെ, എൻ്റെ രൂപ എന്നെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു, അവളെ ഞാൻ ചതിച്ചു, അതിന് ദൈവം തന്ന ശിക്ഷയായത് എനിക്ക്. ഇതിനേക്കാളും വലിയ ശിക്ഷ ഇന്നും എനിക്കിനി കിട്ടാനില്ല മോനെ എന്ന് രാഹുൽ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എടോ തനിക്ക് ഇനി ശിക്ഷ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ, ഇതൊക്കെ എന്ത് ശിക്ഷയാടോ, താനെൻ്റെ കൂടെ വാ എന്ന് പറയാണ്. എവിടേക്കാ മോനെ, വാടോ, തന്നെ കൊല്ലാനൊന്നുമല്ല എന്ന് പറയണം. അങ്ങനെ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് കിരൺ ഹോസ്പിറ്റലിലേക്ക് പോകാട്ടോ. എത്തുമ്പോഴേക്കും കിരണിനോട് രാഹുൽ ചോദിക്കേണ്ട, എല്ലാ മോനെ എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത്? അതെ, തനിക്ക് BP ഒക്കെ ഇപ്പോൾ കൂടി കാണുമായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ 200 കാണുമായിരിക്കും, BP ഒന്ന് ചെക്ക് ചെയ്യാം, അതിന് ഈ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടോ മോനെ? താൻ വാടോ, തനിക്ക് BPയും പ്രഷറൊക്കെ ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. ശേഷം ICUവിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണ്. രാഹുൽ ചോദിക്കേണ്ട, എല്ലാ മോനെ എന്തിനാ ICUവിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്? BP ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹൈ ആണെങ്കിൽ തന്നെ ICUവിൽ ചിലപ്പോൾ കിടത്തേണ്ടി വരും, അതുകൊണ്ട് നേരിട്ട് ICUവിൽ കൊണ്ടുവരാൻ ചോദിച്ചു. മോൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ അകത്ത് കയറി, തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ അകത്ത് കിടപ്പുണ്ട് എന്ന് പറയാണ്. അങ്ങനെ കിരൺ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറാണ്. അവിടെ മനോഹർ പതിക്കെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുക കേട്ടോ. മനോഹർ അങ്ങനെ രാഹുലിനെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ദേഷ്യത്തോടു കൂടി തന്നെ മനോഹറിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കണ്ടില്ലേ തൻ്റെ മരുമകൻ്റെ അവസ്ഥ, തൻ്റെ മോളെ ഇവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഇവന് വേണ്ടി ഒരു വലിയൊരു ഇരുമ്പോലക്ക റൂമിൻ്റെ സൈഡിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോഴേക്കേ ഇവൻ്റെ തല അടിച്ചു പൊട്ടിച്ചു. തല മാത്രമല്ല, മേലാശകല അടിച്ചു പൊട്ടിച്ചു. കറക്റ്റ് സമയത്ത് തൻ്റെ ഭാര്യ വന്നിട്ട് എൻ്റെ അടുത്തും കല്യാണത്ത് കാര്യം പറഞ്ഞു, ഇവൻ അടിച്ചു കൊല്ലുന്നുണ്ട് മോളെന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത് കൊണ്ട് മാത്രം ഇവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവൻ എപ്പോഴേ ചത്താനെ, തൻ്റെ മോളെ ഇടിച്ചിടിച്ച് ചതച്ച് ഇവനെ കൊന്നു കളഞ്ഞാനേ എന്ന് പറയാണ്. ആ സമയത്ത് രാഹുൽ പറഞ്ഞില്ലെങ്കിൽ ഇവൻ മരിക്കേണ്ടവനാണ്, ഇവനെ കൊന്നു കളഞ്ഞൂടെ മോനെ എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് മനോഹർ പറയേണ്ട, അതെ എന്നെ കൊന്നു കളഞ്ഞോളൂ, ഇനി ഞാൻ എന്തിനാ ജീവിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ട, പെണ്ണുങ്ങളെ സെക്കൻഡ് മാറ്റുന്നവനാ ഇപ്പം ഇങ്ങനെ പറയണത്, കാലാവസ്ഥ പ്രവചനം പോലെ ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറയണവനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത്. ചിലപ്പോൾ ഇവനെ തോന്നിക്കാണുമായിരിക്കും ഇനി വലിയ കാര്യമൊന്നും ഇല്ലെന്ന്, അതുകൊണ്ടായിരിക്കും മരിക്കാന്ന് വെച്ചത്. എടാ നീ അങ്ങനെ പെട്ടെന്ന് മരിക്കണ്ടടാ, നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാവണം എന്ന് പറയാണ്. രാഹുൽ പെട്ടെന്ന് തന്നെ മനോഹരൻ്റെ കഴുത്തിന് കയറി പിടിക്കണം, എൻ്റെ മോളെ നീ ഈ അവസ്ഥയിലാക്കിയപ്പോൾ സമാധാനമായില്ലടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കാട്ടോ. അത് കണ്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? സാർ ഇയാളെ വിളിച്ചുകൊണ്ട് പോ എന്ന് കിരണിനോട് പറയാണ്. രാഹുലിനോട് പറയുന്നുണ്ട്, സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ, വാ പോകാം എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ തള്ളുകയാണ്. പുറത്തേക്ക് പോടോ എന്ന് പറയുന്നുണ്ട്. രാഹുലിനെ പിടിച്ച് പുറത്തേക്ക് തള്ളി കിരണും പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. രാഹുലിനോട് കിരൺ പറയുന്നുണ്ട്, കണ്ടല്ലോ മരുമകൻ്റെ അവസ്ഥ, മോളുടെ അവസ്ഥ അങ്ങനെ. മോളെ ഏറ്റവും വലിയ പണക്കാരനെ കൊണ്ട് കെട്ടിച്ചതിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നില്ല തനിക്ക്, ഇപ്പം അതൊന്നും ഇല്ലേടോ. തൻ്റെ മോൾക്ക് പറ്റിയ ചെക്കനെ തന്നെയാണ് തൻ്റെ മോളും താനും കണ്ടുപിടിച്ചത്. എന്തായാലും തൻ്റെ മോളുടെ ജീവിതം നശിഞ്ഞു. എനിക്ക് പോകാൻ സമയമായി, എനിക്ക് ഓണസദ്യക്ക് വേണ്ടി കല്യാണിയും എല്ലാവരും കൂടി കാത്തിരിക്കുക. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ താൻ പറ്റുമെങ്കിൽ ഒന്ന് വരണം, അവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മോനെ? വേറെ ആരുമല്ല, പ്രകാശൻ പെമ്മക്കളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുക. ആ കാഴ്ച തനിക്ക് വേണമെങ്കിൽ കാണാം.
അത് കേട്ട് രാഹുലിന് ദേഷ്യം വരും കേട്ടോ. രാഹുലിനോട് പറയണ്ട, എന്തായാലും താൻ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്ന രതീഷിനെയാണ്. രതീഷാണെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ രതീഷേട്ടാ, കിരണേട്ടൻ ഇതുവരെ വന്നില്ലേ? ഇല്ല, എവിടെ ഇറങ്ങി പോണത് കണ്ടു. കല്യാണി അടുത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല, വന്നിട്ടെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു എന്ന് പറയാണ്. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടണമില്ല, എവിടെ പോയോ എന്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും കല്യാണി വിഷമിക്കണ്ട, ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുവാണ്. ദേ കിരൺ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദീപ. ദേ കിരൺ സാർ എത്തി എന്ന് പറയുമ്പോൾ കിരൺ വേഗം തന്നെ അങ്ങോട്ടേക്ക് വരുക കേട്ടോ. കിരണിനോട് കല്യാണി ചോദിക്കണ്ടേ, അല്ല കിരണേട്ട എവിടെയായി പോയത്? അപ്പോൾ നിങ്ങളൊന്നും കണ്ടില്ലേ? എന്ത്? അപ്പുറത്തൊരാൾ വന്നത് നിങ്ങൾ കണ്ടില്ലേ? ആര്? അവിടെ ഒരാൾ പരോളിന് വന്നിട്ടുണ്ട്. മകളുടെ കൂടെയും ഭാര്യയുടെ കൂടെയും കൊച്ചുമകളുടെ കൂടെയും ഓണം ആഘോഷിക്കാൻ വേണ്ടി പരോളിലിറങ്ങി രാഹുൽ. കടുവ വന്നു എന്ന് കടുവല്ല, നമ്മുടെ ബകാസുരൻ വന്നു എന്ന് രതീഷ് ചോദിക്കുമ്പോൾ അയാൾ വന്നു, അയാൾ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോയി മോളുടെ അവസ്ഥ കാണിച്ചു കൊടുക്കാനും മരുമോൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കാനും എല്ലാം നിറഞ്ഞ് തൃപ്തിയായിട്ടുണ്ട് അയാൾക്ക് എന്ന് പറയാണ്. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ കിരണേട്ടാ, നമുക്ക് ഓണസദ്യ കഴിക്കാം, ദേ അമ്മമാരൊക്കെ ഇലയിട്ട് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് പ്രകാശം വരും കേട്ടോ. പ്രകാശനെ കാണുമ്പോൾ കിരണൊന്ന് നോക്കുന്നുണ്ടോ? ഇപ്പം ആളാകെ മാറിയല്ലോ എന്ന് ചോദിക്കുകയാണ് കിരൺ. ആ സമയത്ത് കല്യാണി പറയേണ്ട, അച്ഛനിപ്പോൾ ഉഷാറായില്ലേ കിരണേട്ടാ, അധികം അങ്ങോട്ട് ഉഷാറാക്കേണ്ട കല്യാണി നീ എന്ന് പറയാണ്. ശേഷം രതീഷ് പറഞ്ഞിട്ട്, കല്യാണി നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, ദേ ഇയാൾ അധികം അങ്ങോട്ട് വിശ്വസിക്കേണ്ട കേട്ടോ. അന്ന് ഇയാൾ വന്ന് വരാതെ കിടന്ന സമയത്തല്ലേ നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് പോയത്? പിന്നെ ദേ രാഹുൽ ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇയാൾ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. സത്യമാടോ ആ രാഹുൽ പരോളിൽ ഇറങ്ങിയ കാര്യം തനിക്ക് അറിയില്ലായിരുന്നോ എന്ന് പ്രകാശിനോട് രതീഷ് ചോദിക്കുമ്പോൾ, അയ്യോ മക്കളെ എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കല്യാണി പറയണ്ട, രതീഷേട്ടാ ഇപ്പോൾ ഒന്നും പറയണ്ട, പാവ അച്ഛൻ ഓണസദ്യ കഴിക്കാനൊക്കെ സന്തോഷത്തോടെ വന്നതല്ലേ, ഈ സമയത്ത് ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, വാ അച്ഛാ അത് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുവാണ്. കല്യാണി ആണെങ്കിൽ പ്രകാശിൻ്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് വരുക കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്, രണ്ട് അമ്മമാരും ചേർന്ന് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രകാശൻ ചോദിക്കണ്ട, മോളെ ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയണ്ട, അച്ഛൻ അറ്റത്തിരുന്നോ, തൊട്ടിപ്പുറത്ത് ലക്ഷ്മി അമ്മ ഇരിക്കും, അതിനപ്പുറത്ത് എൻ്റെ അമ്മ ഇരിക്കും എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയും ദീപം പറഞ്ഞിട്ട്, ഞങ്ങൾ ഇരിക്കണില്ല, ആദ്യം പിള്ളേർ നിങ്ങളിരിക്കുക, അതിനുശേഷം അമ്മമാരിരുന്നോളും എന്ന് പറയും. എങ്കിൽ ശരി എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ദീപയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി എല്ലാവർക്കും ഓണസദ്യയൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. പ്രകാശൻ ലക്ഷ്മിയുടെ ദീപയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ എൻ്റെ പെമ്മക്കൾക്ക് ഒരു ഉരുള ചോറ് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ഉരുള ചോറ് എടുത്തിട്ട് എൻ്റെ ആദ്യത്തെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികക്ക് കൊടുക്കുകയാണ്. ശേഷം രണ്ടാമത്തെ ഉരുള ചോറ് എടുത്തിട്ട് നമ്മുടെ കാദംബരിക്ക് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ഉരുള ചോറ് നമ്മുടെ പ്രകാശൻ കുറച്ച് സ്നേഹത്തോടെയും അതുപോലെ തന്നെ സങ്കടത്തോടെയായിട്ട് ഉരുട്ടുന്നത്. ശേഷം കല്യാണി ഒന്ന് നോക്കുകയാണ്. ഇത് ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് സ്നേഹിക്കാത്ത എൻ്റെ മോള്, പക്ഷേ ഇപ്പം എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ മോള്, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചേക്കണം എൻ്റെ മോള്, എൻ്റെ പൊന്നു മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓണ ഉരുള എന്ന് പറഞ്ഞിട്ട് ആ ഉരുള ചോറ് നമ്മുടെ കല്യാണിക്ക് കൊടുക്കുകയാണ്. കല്യാണിക്കും ആകെ വിഷമമാണ്. കല്യാണി ആ ഓണസദ്യയുടെ ആ ഒരു ചോറ് പ്രകാശ് തന്ന ഉരുള കഴിക്കുന്നുണ്ട്. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ, മനസ്സ് നിറയാണ്. പ്രകാശിന് മനസ്സ് നിറയുന്നുണ്ട്. അത് കണ്ടിട്ട് രതീഷ് ചോദിക്കുന്നുണ്ട്, എല്ലാ കടുവേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെയും കൂടി വിളിച്ചുകൂടായിരുന്നോ ഓണസദ്യക്ക്? അമ്മേനെ ഞാൻ വിളിച്ചതാ മോനെ, അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വിളിച്ചുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് നമ്മുടെ രതീഷ് പറയുമ്പോൾ കല്യാണി പറയണ്ടേ, രതീഷേട്ടാ ഒന്ന് ചുമ്മാ ഇരിക്കും രതീഷേട്ടാ എന്ന് പറയാണ്. കാർത്തിക ചോദിക്കണ്ടേ, അല്ല അമ്മമാരിക്കുന്നില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നിങ്ങൾ ആദ്യം ഇരിക്കും, ഞങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ വിളമ്പി തന്നാൽ മതി എന്ന് പറയാണ്. പ്രകാശൻ കല്യാണിനെ നോക്കുന്നുണ്ട്. കല്യാണി പ്രകാശനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.